നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ചില്ലി ചിക്കനൊപ്പം നൽകിയ ചെറുനാരകയിൽ നീര് കുറവാണെന്നാരോപിച്ച് റെസ്റ്റോറന്റിൽ അതിക്രമം നടത്തുകയും ഹോട്ടൽ ഉടമയെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം, കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിൻ അനൗൺസ്മെന്റിന്റെയും പ്രവർത്തക സമിതി യോഗവും 3 വീടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ വിവിധ ഉന്നതികൾ സന്ദർശിച്ച് പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കെ വത്സരാജ് MLA നേരിട്ട് വിലയിരുത്തി. കാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. ചില്ലി ചിക്കനൊപ്പം നൽകിയ ചെറുനാരകയിൽ നീര് കുറവാണെന്നാരോപിച്ച് റെസ്റ്റോറന്റിൽ അതിക്രമം നടത്തുകയും ഹോട്ടൽ ഉടമയെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. കടങ്ങാട് സ്വദേശി ചെമ്പയിൽ ഷഫീഖ്, കരിയന്നൂർ സ്വദേശികളായ അലി അക്ബർ, പള്ളിവളപ്പിൽ ഷബീർ, ചെമ്പൂർ വീട്ടിൽ ഇജാബ്, കേളമ്പിലാത്ത് ഷൗക്കത്ത് എന്നിവരെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. അത്താണി മീണലാരിൽ പ്രവർത്തിക്കുന്ന സെലക്ട് ദർബാർ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം, കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിൻ അനൗൺസ്മെന്റിന്റെയും പ്രവർത്തക സമിതി യോഗവും 3 വീടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വാർഡ് കൺവെൻഷനുകൾ, ശാഖ സമാഗമം, മൊബിലൈസേഷൻ ക്യാമ്പ്, യൂത്ത് അസംബ്ലി, സ്റ്റുഡൻസ് മൂവ്മെന്റ്, ലേബർ മീറ്റ്, പ്രവാസി സംഗമം, കർഷക സഭ, ദളിത് ലീഗ് കൂട്ടായ്മ, വനിതാ ലീഗ് ഗാദറിംഗ്, പഞ്ചായത്ത് സമ്മിറ്റ്, ക്യാമ്പയിൻ സമാപനം എന്നിവ നടക്കും. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദീഖ് ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ, നിയോജക മണ്ഡലം ഭാരവാഹികളായ TK ഉബൈദു, പുത്തംകുളം സെയ്ദു ഹാജി, PM സൈനുദ്ദീൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ, TK അലി തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാപരിധിക്കുള്ളിലെ വാർഡുകളിലെ മുസ്ലിം ലീഗ് പോഷക സംഘടനാ പ്രവർത്തകരുടെ സമ്പൂർണ്ണ യോഗമാണ് ഈ സമാഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ്, MSF, വനിതാ ലീഗ് അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാക്കണം. ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിന് പ്രിയപ്പെട്ട നേതാക്കൾ, നമുക്കറിയാം 2 നേതാക്കൾ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി വളരെയധികം തഴക്കവും പഴക്കവും പ്രവർത്തിച്ച് മാതൃകാപരമായി പ്രവർത്തിച്ച ആളുകളാണ് പഞ്ചായത്ത് കമ്മിറ്റി. അവരോടൊപ്പം നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആവിഷ്കരിച്ച ഈ പദ്ധതികൾ മുഴുവനും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും കൃത്യമായി മുന്നോട്ട് വരണം. നമുക്കറിയാം 75 വർഷക്കാലം മുസ്ലിം ലീഗ് പിന്നിടുമ്പോൾ സുവർണ കാലഘട്ടം 2025-26 കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ വിവിധ ഉന്നതികൾ സന്ദർശിച്ച് പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ KK വത്സരാജ് MLA നേരിട്ട് വിലയിരുത്തി. LBS ഉന്നതിയും IHDT ഉന്നതിയുമാണ് MLA സന്ദർശിച്ചത്. സന്ദർശനത്തിനിടെ കുടിവെള്ളക്ഷാമം, മഴക്കാലത്ത് രൂക്ഷമാകുന്ന വെള്ളക്കെട്ട്, കാനയുടെ അഭാവം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങൾ പ്രദേശവാസികൾ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പരാതികൾ ശ്രദ്ധാപൂർവം കേട്ട MLA പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, വാർഡ് മെമ്പർ സീന ഇസ്മയിൽ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു.
ഭക്താക്കളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അത് ബ്ലോക്ക് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് എ വന്നിട്ട് അത് നോക്കി അവർ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിന് അതിൻ്റെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. എന്തായാലും ഇവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. വെള്ളക്കെട്ടുണ്ട്, കാന വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സാധ്യമായ അത്ര ഇടപെടാൻ ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ എന്നിവ ആനയൂട്ടിന് ഉപയോഗിക്കും. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിലും തേക്കിൻകാട് മൈതാനിയിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തും തേക്കിൻകാട് മൈതാനിയിലും ഡ്രോൺ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തമിഴ്നാട് സ്വദേശി 33 വയസ്സുള്ള പ്രഭാകരനാണ് അറസ്റ്റിലായത്. തലവടിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനെയാണ് ഇയാൾ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. മദ്യപിക്കുന്നതിനിടെ ഇയാൾ അസഭ്യം പറഞ്ഞതാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത്. ചേറ്റുവയിൽ മത്സ്യബന്ധനത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വിരൽ അറ്റുപോയി. ഒഡീഷ്യ സ്വദേശി ജഗൻ പേരയുടെ പെരുവിരലിന്റെ ഒരു ഭാഗമാണ് അറ്റുപോയത്. കടലിൽ മത്സ്യബന്ധന വല വള്ളത്തിലേക്ക് വലിച്ചു കയറ്റുന്നതിനിടെ വല വലിക്കുന്ന യന്ത്രമായ വീഞ്ചിൽ വിരൽ കുടുങ്ങുകയായിരുന്നു. ചേറ്റുവയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ചാത്തൻ വള്ളത്തിലെ തൊഴിലാളിയാണ് ജഗൻ പേര. ഇയാളെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ CPO നിതിൻ, സ്രാങ്ക് അഖിൽ, സുജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് കടലിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊരട്ടി പോലീസ് SI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. പുത്തഞ്ചിറ പള്ളിയാൻ വീട്ടിൽ ഷിയോ, മേലൂർ നടത്തുരുത്ത് നെല്ലിശ്ശേരി വീട്ടിൽ ഫെബിൻ എന്നിവരെയാണ് കൊരട്ടി ഇൻസ്പെക്ടർ A ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള കൂടപ്പുഴ ആറാട്ടുകടവ് തടയണക്ക് മുകളിലൂടെ നടന്ന ഇവരോട് SIമാരായ KA ജോൺ, CP ഷിബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം കയറിപ്പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാതെ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ മുതിരുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്ത ഇവരെ ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തൃശൂർ റൂറൽ SP മുഹമ്മദ് നബീം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം മാനേജർ KV വിനീത, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു എന്നിവരുമായി ചർച്ച നടത്തുകയും ഭക്തരുടെ സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് N ശങ്കരൻ, വലപ്പാട് സ്റ്റേഷൻ SHO അനിൽകുമാർ, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ VA നൂറുദ്ദീൻ എന്നിവർ SP-ക്കൊപ്പം ഉണ്ടായിരുന്നു. പാമ്പ് കടിയേറ്റ് വീട്ടമ്മ മരിച്ചു. ജനത ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന നമ്പിപ്പുന്നിലത്ത് അൻസാറിന്റെ ഭാര്യ 49 വയസ്സുള്ള നജ്മയാണ് മരിച്ചത്. ചൊവ്വാഴ്ചയാണ് നജ്മയ്ക്ക് പാമ്പ് കടിയേറ്റത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകിയെങ്കിലും ബുധനാഴ്ച വൈകിട്ട് മരണമടയുകയായിരുന്നു. അനധികൃത മദ്യവിൽപ്പന 70-കാരൻ അറസ്റ്റിൽ. കടങ്ങോട് മനപ്പടി സ്വദേശി വേലായുധനെയാണ്
SIP ആൻഡോ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മനപ്പടി ചിക്കൻ സ്റ്റാളിന് സമീപം കച്ചവടം നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ കൈവശം വെച്ചിരുന്ന 5720 മില്ലി പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിനു സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 11:30 സംഭവം. ആരോ വീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവ സമയത്ത് ദമ്പതികൾ ഉറക്കത്തിലായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയും കനത്ത പുക നിറയുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജനൽച്ചില്ലുകളും തകർന്നു. ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരം പരിശ്രമിച്ചാണ് തീയണച്ചത്. ഫ്രിഡ്ജിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലോഡ് ഷെഡിംഗ് സമയത്ത് വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് യുവാക്കൾ സംഘം ചേർന്ന് അന്നമനട KSEB സെക്ഷൻ ഓഫീസും സബ്സ്റ്റേഷനും നേരെ ആക്രമണം നടത്തിയതായി പരാതി. സംഭവത്തിൽ വടികൊണ്ടടിയേറ്റ സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർ നിതിൻ ദാസിനെ മാള ഗുരുകർമ്മ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രിയായിരുന്നു 5 അംഗ സംഘം അതിക്രമിച്ചു കയറിയത്. ഒരേ സ്ഥലത്താണ് സബ്സ്റ്റേഷനും സെക്ഷൻ ഓഫീസും പ്രവർത്തിക്കുന്നത്. പ്രദേശത്ത് 11:45 മുതൽ 12:10 വരെയായിരുന്നു ലോഡ് ഷെഡിംഗ്. ലോകകപ്പ് കളി നടന്ന 12:30 പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു. സംഭവത്തിൽ KSEB ജീവനക്കാർ പ്രതിഷേധിച്ചു. അതിക്രമം സംബന്ധിച്ച് KSEB അധികൃതർ മാള പോലീസിൽ പരാതി നൽകി. എടക്കുളം ഷൺമുഖം കനാൽ ബണ്ട് റോഡിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. കനാലിന്റെ തെക്കേ ബണ്ടിനോട് ചേർന്ന് 5 ചാക്കുകളിലായാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധർ തള്ളിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇവിടെ ഉപയോഗശൂന്യമായ കിടക്ക തള്ളിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ മാസം ഷൺമുഖം കനാൽ ബണ്ട് റോഡിൽ നിന്ന് 1/2 കിലോമീറ്ററോളം മാറി 3 ചാക്കുകളിലായി അറവ് മാലിന്യം തള്ളിയിരുന്നു. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചു. അഷ്ടമിച്ചിറ വടമ മൂന്നമ്പലത്ത് കാറിൽ കടത്തിയ 12 ലിറ്റർ ചാരായം പിടികൂടി. കലിങ്ങപ്പുറം വീട്ടിൽ സുഷേനയാണ് മാള എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PM ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മന്ത്രി OJ ജനീഷിന്റെ മാളയിലെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബെന്നി ബെഹ്നാൻ MP-യും ജനീഷിന്റെ അമ്മ പുഷ്പയും ചേർന്ന് തിരി തെളിയിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹ്നാൻ MP നിർവഹിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഔസേപ്പച്ചൻ ജോസ്, സുനിത രാജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കുടിയൻ, കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരി ഗോഡൌണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ഭരണകക്ഷി MLA സനീഷ് കുമാർ ജോസഫ് ആണ് മാള കുമ്പടിഞ്ഞാമാക്കലിലെ അരി ഗോഡൌണിൽ റേഷൻ കട ഉടമകളുമായി പ്രതിഷേധിച്ചത്. ചാലക്കുടി താലൂക്കിലെ കരാറുകാരൻ അരി വിതരണം കൃത്യമായി നടത്തുന്നില്ലെന്നും അഴിമതി കാണിക്കുന്നു എന്നും ആരോപിച്ചാണ് ഗോഡൌണിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് റേഷൻ കട ഉടമകളുമായി തനിക്ക് പ്രതിഷേധിക്കേണ്ടി വന്നതെന്ന് MLA പറഞ്ഞു. പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ MLA-യുമായി ചർച്ച നടത്തിയാണ് സമരം അവസാനിപ്പിച്ചത്. ചാവക്കാട് ബീച്ചിനു സമീപം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി വീട്ടിൽ പ്രസവിച്ച വിവരം ശ്രദ്ധയിൽപ്പെട്ട അയൽവാസികൾ ഉടൻ തന്നെ ആശാവർക്കറെയും വാർഡ് കൗൺസിലറെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ യുവതിയെയും നവജാത ശിശുവിനെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിലയിൽ അമ്മയും കുഞ്ഞും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദഗ്ധ ചികിത്സക്കായി ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീ ഗർഭിണിയായത് ദുരൂഹതയുള്ളതിനാൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചില്ലി ചിക്കനൊപ്പം നൽകിയ ചെറുനാരകയിൽ നീര് കുറവാണെന്ന് ആരോപിച്ച് റെസ്റ്റോറന്റിൽ അതിക്രമം നടത്തുകയും ഹോട്ടൽ ഉടമയെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിൻ അനൗൺസ്മെന്റിന്റെയും പ്രവർത്തക സമിതി യോഗവും 3 വീടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ വിവിധ ഉന്നതികൾ സന്ദർശിച്ച് പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കെ വത്സരാജ് MLA നേരിട്ട് വിലയിരുത്തി. പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.